ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ചെന്നിത്തലയെ ക്ഷണിച്ചതിൽ സന്തോഷം. സംഘപരിവാറിനെ അകത്തു കയറ്റാതെ എൻഎസ്എസ് ധീരമായ നിലപാടെടുത്തു. തിരുവനന്തപുരം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് എൻഎസ്എസ് ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഏത് നേതാവും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ ഗുണം കോൺഗ്രസിനാണ്. സംഘപരിവാറിനെ അകത്തു കയറ്റാതെ ധീരമായ നിലപാടെടുത്ത നേതൃത്വമാണ് എൻഎസ്എസിന്റേതെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ യുഡിഎഫിനെ തിരികെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് ശശി തരൂരിനെയും കെ. മുരളീധരനെയും എൻഎസ്എസ് ക്ഷണിച്ചിട്ടുണ്ട്. ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു. സമൂഹത്തിലെ ആരുമായും ഏതു കോൺഗ്രസ് നേതാവ് ബന്ധം സ്ഥാപിച്ചാലും എനിക്ക് സന്തോഷമാണ്. കോൺഗ്രസ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല. ഇന്ത്യയിലെ മതേതരത്വം മതനിരാസമല്ല. അമിതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുതെന്ന് പറഞ്ഞത് സാമുദായിക വിരുദ്ധ നിലപാടല്ല. 2026-ൽ യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്ന അഭിപ്രായമാണ് വെള്ളാപ്പള്ളി നടേശൻ പങ്കുവച്ചത്. സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ അങ്കണവാടിയിൽ 12 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. വാട്ടർ ടാങ്കിൽ ചത്ത പാറ്റകളെ കണ്ടെത്തിയെന്ന് നാട്ടുകാർ. കൊച്ചി നഗരത്തിലെ അങ്കണവാടിയിൽ 12 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. പൊന്നിരുന്നി ഈസ്റ്റ് നാരായണാശാൻ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്ക് വ്യാഴാഴ്ചയാണ് ഛർദിയും വയറിളക്കവും പിടിപെട്ടത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടികൾ സുഖം പ്രാപിച്ചു വരുന്നു. കുടിവെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അങ്കണവാടിയിലേക്കുള്ള വാട്ടർ ടാങ്കിൽ ചത്ത പാറ്റകളെ കണ്ടെത്തിയതായും ആരോപണമുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരെത്തി പരിശോധന നടത്തുകയും വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നതുമൂലം ഭക്ഷ്യവിഷബാധയും മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളും പടരുന്നത് കൊച്ചിയിൽ പതിവായിരിക്കുകയാണ്. ബംഗളൂരുവിൽ ദേശീയപാതയിൽ കാറിന് മുകളിലേക്ക് ലോറി മറിഞ്ഞു. ദമ്പതികൾക്കും 4 മക്കൾക്കും ദാരുണാന്ത്യം. ബംഗളൂരു തുമക്കുരു ദേശീയപാതയിൽ നെലമംഗലയിൽ കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ ലോറി മറിഞ്ഞ് 6 പേർ മരിച്ചു. വ്യവസായിയായ വിജയനപുര സ്വദേശി ചന്ദ്രയാഗപ്പ, ഭാര്യ ഗൗരബായ, മക്കളായ ജോൺ, വിജയലക്ഷ്മി, ആര്യ, ദീക്ഷ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. വളരെ തിരക്കേറിയ ബംഗളൂരു തുമക്കുരു 6 വരി ദേശീയപാതയിലൂടെ അപകടത്തിൽ ഇരുവാഹനങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു. കണ്ടെയ്നർ ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. കാറിനകത്തുണ്ടായിരുന്നവർ തൽക്ഷണം മരിച്ചു. ട്രെയിൻ എത്തിച്ച് കാറിന് മുകളിൽ നിന്ന് കണ്ടെയ്നർ മാറ്റിയത് ഏറെ സാഹസപ്പെട്ടാണ്. തുടർന്ന് കാറിനുള്ളിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾക്കായി വിജയപുരിയിലേക്ക് പോവുകയായിരുന്നു ചന്ദ്രയാഗപ്പയും കുടുംബവും. കഴിഞ്ഞ ഒക്ടോബറിലാണ് ആഡംബര കാർ ഇവർ വാങ്ങുന്നത്. മൃതദേഹം നെലമംഗലയിലെ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 3 കിലോമീറ്ററിലേറെ ദൂരം ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ഞാൻ നിരപരാധി, കുറ്റം ചെയ്തിട്ടില്ല. ജോർജ് കുര്യനെ കേൾക്കാതെ കോടതി. കൂറുമാറിയിട്ടും നിർണായകമായി വാട്സാപ്പ് സന്ദേശങ്ങൾ. കോട്ടയം. അമ്മാവനെയും സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 1.5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് പ്രതിയായ കരിമ്പനാൽ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. വിചാരണ വേളയിൽ അമ്മയും ബന്ധുക്കളും അടക്കമുള്ള സാക്ഷികൾ കൂറുമാറിയിരുന്നു. എന്നാൽ പ്രധാന സാക്ഷികൾ മൊഴിയിൽ ഉറച്ചുനിന്നതോടെയാണ് കുറ്റം തെളിഞ്ഞത്. കൂടാതെ കൊലപാതകത്തിനു മുൻപ് പ്രതി അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും നിർണായക വഴിത്തിരിവായി. 2023 ഏപ്രിൽ 24-ന് ആരംഭിച്ച വിചാരണ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പൂർത്തിയായത്. 2022 മാർച്ച് 7-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഞാന് നിരപരാധിയാണ്, കുറ്റം ചെയ്തിട്ടില്ല. പ്രായമായ അമ്മയെ നോക്കണം, എന്റെ ഭാര്യയെയും മക്കളെയും നോക്കണം. പരമാവധി ശിക്ഷ ഒഴിവാക്കി ദയവുണ്ടാകണം. ജോർജ് കുര്യൻ അവസാനമായി കോടതിയോട് പറഞ്ഞത് ഇക്കാര്യമാണ്. എന്നാൽ പ്രതിയുടെ മറുപടി രേഖപ്പെടുത്തിയ ശേഷം കോടതി പ്രോസിക്യൂഷന് ശിക്ഷയിന്മേലുള്ള വാദത്തിന് അനുമതി നൽകുകയായിരുന്നു. കേസ് അപൂർവങ്ങളിലെ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കേട്ടുകേൾവിയില്ലാത്തതും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ക്രൂരമായ കൊലപാതകവുമാണിത്. അതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് മുൻകേസുകളിലെ വിവിധ സുപ്രീം കോടതി വിധികൾ നിരത്തി പ്രോസിക്യൂഷന് വാദിച്ചു. കൊല്ലപ്പെട്ട രഞ്ജുവിന്റെ ഭാര്യയ്ക്കും വിദ്യാർത്ഥികളായ മക്കൾക്കും പരമാവധി നഷ്ടപരിഹാരം പ്രതിയിൽ നിന്ന് ഈടാക്കി നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്നും പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. സ്വത്ത് തർക്കത്തിൽ 3 പേർ വരെ കൊല്ലപ്പെട്ട നിരവധി കേസുകളുണ്ട്. അതിനാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല. പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം. വെറും ജീവപര്യന്തത്തിനുള്ള കുറ്റം മാത്രമാണുണ്ടായിട്ടുള്ളതെന്നും സുപ്രീം കോടതിയുടെ വിവിധ വിധികളെ ചൂണ്ടിക്കാട്ടി ശിക്ഷ പരമാവധി കുറച്ചു കിട്ടണമെന്നും പ്രതിഭാഗവും വാദിച്ചു. പ്രതിക്ക് സംഭവത്തിൽ പശ്ചാത്താപമുണ്ട്. മാനസാന്തരത്തിനുള്ള അവസരം നൽകണം. ഇതിനായി കരിക്കിൻവില്ല കൊലക്കേസ് പരാമർശിച്ച പ്രതിഭാഗം ആ കേസിൽ പ്രതിക്ക് ലഭിച്ചതുപോലെയുള്ള സാഹചര്യം ജോർജ് കുര്യന് നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഒടുവിലാണ് കേസിൽ ഇരട്ട ജീവപര്യന്തവും പരമാവധി പിഴയും ചുമത്തിയുള്ള കോടതി വിധി ഇന്ന് പുറത്തുവരുന്നത്. പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയ വകുപ്പുകളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചുവെന്നതാണ് ശ്രദ്ധേയം.
കൊലപാതകം, വീട്ടിൽ കയറി ആക്രമിക്കൽ, ആയുധം കൈവശം വയ്ക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയാണ് ചുമത്തിയത്. 138 സാക്ഷികളെയും 96 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഡൽഹി മത്തന അഴിമതിക്കേസ് കേജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇഡിക്ക് അനുമതി നൽകി ലഫ്. ഗവർണർ ഡൽഹി മത്തന അഴിമതിക്കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്. ഗവർണർ വി കെ സക്സേന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇ.ഡി. അനുമതി നൽകി. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ഗവർണറുടെ നടപടി. 4ാം തവണയും വിജയം ലക്ഷ്യമിട്ട് അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ എ.എ.പി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനിടെയാണ് പുതിയ നീക്കം. കേജ്രിവാൾ സർക്കാരിനെതിരെ ബി.ജെ.പി. ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണമായിരുന്നു ഡൽഹി മത്തന അഴിമതി. കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേജ്രിവാളിനെ മാർച്ച് 21-നാണ് അറസ്റ്റ് ചെയ്തിരുന്നു. സെപ്റ്റംബറിലാണ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. എന്നാൽ ഗവർണർ അനുമതി നൽകിയെന്ന വാർത്ത തെറ്റാണെന്ന് എ.എ.പി. പറഞ്ഞു. അനുമതി നൽകിയ ഗവർണറുടെ ഉത്തരവ് പരസ്യമാക്കാനും ഇഡിയോട് എ.എ.പി. ആവശ്യപ്പെട്ടു. ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിട്ടും കൃഷ്ണദാസ് തിരുത്തിയില്ല. സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൃത്യമായ രാഷ്ട്രീയം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സി.പി.എം. സംസ്ഥാന സമിതി അംഗം എൻ. കൃഷ്ണദാസ് മാധ്യമങ്ങൾക്കെതിരായി നടത്തിയ പരാമർശത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികളെന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. പെട്ടി വിവാദത്തിൽ കൃഷ്ണദാസ് നടത്തിയ പരാമർശത്തിനെതിരെയും വിമർശനമുണ്ടായി. പെട്ടി ദൂരേക്ക് വലിച്ചെറിയണമെന്ന നിലപാട് സി.പി.എം. നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമെന്ന അന്തരീക്ഷമുണ്ടാക്കി. സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടും കൃഷ്ണദാസ് തിരുത്താൻ തയ്യാറായില്ലെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുണ്ടായി. ഉപതിരഞ്ഞെടുപ്പ് ഫലം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ എൻ. കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരായ വിമർശനം. സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൃത്യമായ രാഷ്ട്രീയ നിലപാടായിരുന്നുവെന്നും പ്രചാരണത്തിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും യോഗം വിലയിരുത്തി. കോടഞ്ചേരി പഞ്ചായത്തിൽ 100 ദിന പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. കോടഞ്ചേരി ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കോടഞ്ചേരി പഞ്ചായത്തിൽ 100 ദിന പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി.ബി. ചിരണ്ടായത്ത്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ വനജ വിജയൻ, മെമ്പർമാരായ വാസുദേവൻ ഞാറ്റുകാലായിൽ, സിസിലി ജേക്കബ്, ഏലിയാമ്മ കണ്ടത്തിൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹസീന, ഡോക്ടർ നിഖില, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ബാലശ്ശേരി, ഷനില ഫ്രാൻസിസ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ആലിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് നഴ്സുമാർ, എം.എൽ.എസ്.പി. നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കോടഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോടഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു.ഡി.എഫ്. ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജന പക്ഷപാതവും ജനങ്ങളിൽ നിന്ന് മറക്കുന്നതിനും പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നതിനും വേണ്ടിയും പഞ്ചായത്തിന്റെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിലും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അശാസ്ത്രീയമായി നിലവിലുള്ള വാർഡുകളുടെ ഘടനയിൽ മാറ്റം വരുത്തിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സി.പി.ഐ.എമ്മിന്റെ നേതൃത്വത്തിൽ കോടഞ്ചേരി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. സി.പി.ഐ.എം. ഏരിയ കമ്മിറ്റി അംഗം ജോർജ് കുട്ടി വെളുത്തുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സി.പി.ഐ.എം. ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് സബ് കമ്മിറ്റി കൺവീനറുമായ ഷിജി ആന്റണി സ്വാഗതം പറഞ്ഞു. നെല്ലിപ്പോയിൽ ലോക്കൽ സെക്രട്ടറി പി.ജെ. ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി ലോക്കൽ സെക്രട്ടറി പി.ജി. സാബു, കണ്ണോത്ത് ലോക്കൽ സെക്രട്ടറി കെ.എം. ജോസഫ്, വാർഡ് മെമ്പർമാരായ ബിന്ദു ജോർജ്, ചാൾസ് തയ്യിൽ, റീന സാബു, റോസലി മാത്യു എന്നിവർ സംസാരിച്ചു. കോടഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി.ജെ. ഷിബു നന്ദി പറഞ്ഞു. ശ്രേയസ് മൈക്കാവ് യൂണിറ്റ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷവും ജൂബിലി ആഘോഷവും, കോടഞ്ചേരി ശ്രേയസ് കോഴിക്കോട് മേഖല മൈക്കാവ് യൂണിറ്റ് സംഘടിപ്പിച്ച ക്രിസ്തുമസ് ദിനാഘോഷവും ജൂബിലി ആഘോഷവും സിസ്റ്റർ റിറ്റി എഫ്.സി.സി. ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ അധ്യക്ഷം വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി മുഖ്യ സന്ദേശം നൽകി. ഷിബു ഒ.എസ്. ആശംസ അർപ്പിച്ചു. ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഫാദർ മാർട്ടിൻ വിലങ്ങുപാറയിലിനെ പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു. വിവിധ സംഘങ്ങളിൽ നിന്നായി വ്യത്യസ്തമായ കലാപരിപാടികളും ക്രിസ്മസ് കരോൾ ഗാനവും അവതരിപ്പിച്ചു. സി.ഒ. സ്വപ്ന പാൽസൺ, മൊളി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. മേരി ജോൺ തോട്ടകം സ്വാഗതവും തങ്കമ്മ ജോൺസൺ നന്ദിയും അർപ്പിച്ചു. നാളെ 2024 ഡിസംബർ 22 ഞായറാഴ്ച തെയ്യപ്പാറ ശ്രീ അയ്യപ്പ ഭജനമഠത്തിൽ മണ്ഡല മഹോത്സവം ആഘോഷിക്കുന്നു. പ്രധാന പരിപാടികൾ: പുലർച്ചെ 5 മണി ഗണപതി ഹോമം, പകൽ 10 മണി ഉഷപൂജ, ഉച്ചതിരിഞ്ഞ് 1 മണി ഉച്ചപൂജ, വൈകിട്ട് 5 മണി ദീപാരാധന. തെയ്യപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം വൈകിട്ട് 6 മണി. താലപ്പൊലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കുരിശിങ്കൽ ശ്രീ മുനിപ്പാറ ദേവീക്ഷേത്രം വഴി തെയ്യപ്പാറ ശ്രീ അയ്യപ്പ ഭജനമഠത്തിൽ എത്തിച്ചേരുന്നു. രാത്രി 8 മണി വാദ്യമേളം ശ്രീ കലാക്ഷേത്ര വാദ്യകലാ സമിതി പുല്ലൂരാമ്പാറ. രാത്രി 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അന്നദാനം. രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് കലാപരിപാടികൾ. രാത്രി 10 മണി ഗാനമേള, മ്യൂസിക്കൽ ബീറ്റ്സ് കണ്ണൂർ. ഏവരെയും തെയ്യപ്പാറ ശ്രീ അയ്യപ്പ ഭജനമഠത്തിലെ മണ്ഡല മഹോത്സവത്തിന് സ്വാഗതം ചെയ്യുന്നു. ഉത്സവ കമ്മിറ്റി നിര്യാതയായി കോടഞ്ചേരി
വലിയ കൊല്ലി കാവുംപുറത്ത് രാജുവിന്റെ ഭാര്യ ബീന രാജു 58 നിര്യാതയായി. സംസ്കാരം ഇന്ന് 2024 ഡിസംബർ 21 ശനി വൈകുന്നേരം 3 വസതിയിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം വലിയ കൊല്ലി അൽഫോൻസ പള്ളിയിൽ നടന്നു. മക്കൾ ബിജു, ബിൽജി. മരുമക്കൾ സോണിയ തേക്കിലക്കാട്ട്, നിലമ്പൂർ, റെൻസ് പണക്കക്കുഴി, പൂമ്പാറ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.